പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും. സങ്കീർത്തനങ്ങൾ 20:5. നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് ആഹ്ലാദിച്ചാൽ, അത് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് ആഹ്ലാദിക്കാൻ ദൈവം ഇടവരുത്തുമ്പോൾ, അത് ദൈവത്തിൻ്റെ നാമത്തിൽ വിജയപതാക പാറിക്കാൻ അവിടെ നമുക്ക് ഇടവരുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അനേകം ആളുകളുടെ ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചതിൻ്റെ പേരിലാണ്. സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുന്നവരെന്ന് അവർക്ക് ബോധ്യമുള്ള അച്ഛന്മാരോട്, സിസ്റ്റർമാരോട്, ധ്യാനഗുരുക്കന്മാരോട്, മറ്റ് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെയും മനുഷ്യർ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ്, ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഇന്നോളം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരുന്നിട്ടില്ല. അതും ഒരു ദൈവവചനത്തിൻ്റെ ബേസാണ്. മഞ്ഞും മഴയും ആകാശത്ത് വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളും. അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല, എൻ്റെ ഉദ്ദേശം നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി പൂർത്തിയാക്കുകയും ചെയ്യും. യെശയ്യാ 55:10-11. അതുകൊണ്ട് ഇന്നോളം ഒരു ദൈവവചനം എവിടെയെങ്കിലും ആരെങ്കിലും വിശ്വാസത്തോടെ പറഞ്ഞ് ഇങ്ങനെ അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അത് ഇന്നോളം ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി അവിടുത്തെ കുറേ വാഗ്ദാന വചനങ്ങളെടുത്ത് നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. ഇത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ട ഉദ്ദേശം ഇന്നോളം നടക്കാതെ പോയിരിക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഴുതി തള്ളിയ, നമ്മളെ മനസ്സിന് അതുപോലെ വിഷമിച്ച് നിൽക്കുന്ന നിരവധിയായ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വലിയ അത്ഭുതവും വിടുതലും അനുഗ്രഹം ലഭിക്കുന്ന കുറേ ദൈവവചനങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദാന വചനം വെച്ച് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ 20:5 കണ്ടു. നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കുമെന്ന്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വിജയിയെപ്പോലെ, ഒരു ഉന്നതമായ വിജയം വരിച്ച വ്യക്തിയെപ്പോലെ നമ്മൾ നിലനിൽക്കുകയാണ്. നമ്മളതിന് വേണ്ടി അങ്ങനെ ആയിത്തീരുകയാണ്. അങ്ങനെ നമുക്ക് അതിനുവേണ്ടി ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തുടർന്ന് വരുന്ന കുറേ വചനങ്ങൾ, ഈ വചനമെല്ലാം ഫലം ചൂടണമെങ്കിൽ ഈ വചനം നമ്മൾ എഴുതിയെടുക്കണം. എന്നിട്ട് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈശോയെ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വചനം അപ്പോൾ തന്നെ നമ്മൾ മാംസം ധരിച്ചു തുടങ്ങും. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്താൻ ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന കുറേ വചനങ്ങളുണ്ട്. എല്ലാ വചനങ്ങളും ദൈവം അനുവദിക്കുന്നതാണ്. എങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഓരോ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി അതിന് അനുഗ്രഹം കിട്ടും. നമ്മൾ കണ്ടില്ലേ, ഫലം പുറപ്പെടുവിക്കാതെ ഒരിക്കലും ഇത് തിരിച്ചു വരികയില്ല. അതിനെ മത്തായി സുവിശേഷം 24:35 പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാലും എൻ്റെ വചനം കടന്നു പോകില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫലം പുറപ്പെടുവിക്കും, ഉദ്ദേശം നിറവേറ്റും. അതുകൊണ്ട് നമ്മൾ ഈ വചനം അവകാശപ്പെട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അസാധ്യമെന്ന് നമ്മൾ കരുതി വച്ചിരിക്കുന്ന നമ്മുടെ നിരവധിയായ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം അത് ശക്തമായ അവിടുത്തെ വചനം കൊണ്ട്, വചനമെന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ഈശോ ഈ വചനം കൊണ്ട് നമ്മെ സുഖപ്പെടുത്തും, അനുഗ്രഹിക്കും, വിടുവിക്കും, നമ്മളെ രക്ഷിക്കുമെന്ന് ഉറപ്പാണ്. നമ്മൾ വിജയപതാക പാറിക്കാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കുകയാണ്. ഞാൻ ഒരു 10-15 വചനം ഇപ്പോൾ ഒന്ന് പറയും. നമ്മൾ ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം നിങ്ങൾ എഴുതിയെടുക്കണം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിക്കോ. എത്ര നടക്കാതെ കിടക്കുന്ന കാര്യങ്ങളും, എത്ര മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളും, എത്ര അസാധ്യമെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന കാര്യങ്ങളും ദൈവം ഇടപെടും, 100% ഉറപ്പാണ്. നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുക, എഴുതിയെടുക്കുക, ഈ വചനം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക. സെഫാനിയ 3:17. നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. സങ്കീർത്തനങ്ങൾ 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. യെശയ്യാ 52:12. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപേ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. സങ്കീർത്തനങ്ങൾ 23:5. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. സങ്കീർത്തനങ്ങൾ 121:8. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും അനുഗ്രഹിക്കും. ഫിലിപ്പിയർ ലേഖനം 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സങ്കീർത്തനങ്ങൾ 145:16. കർത്താവ് വീഴുന്നവരെ താങ്ങും, നിലം പറ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. എസക്കിയേൽ 39:29.
ഇസ്രായേൽ ഭവനത്തിൽ നിന്നും എൻ്റെ മുഖം ഇനിമേൽ ഞാൻ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 24. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. യെശയ്യാ 45:3. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. സെഫാനിയ 3:14. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. 1 സാമുവേൽ 3:19. സാമുവേൽ വളർന്നു, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടയാക്കിയില്ല. സങ്കീർത്തനങ്ങൾ 145:19. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ സഹായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 145:16. അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. പ്രിയമുള്ളവർ, നമ്മൾ ഈ വചനങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് ഈശോയെ ഈ വാഗ്ദാന വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. 1-2 വചനങ്ങൾ നമ്മളൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 22:22. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. വീണ്ടും സങ്കീർത്തനങ്ങൾ 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ഈ വചനമൊക്കെയും മാംസരിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ധൈര്യമായും ഈ വചനം എഴുതി വെച്ച് ഈ അഭിഷേകം കിട്ടിയതായി കണ്ടുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീർച്ചയായും അനുഗ്രഹം ഉറപ്പാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈ ശുശ്രൂഷകളെയും പ്രാർത്ഥനയെ യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.